നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹവാല ഇടപാടിൽ മുഹമ്മദ് റിയാസിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലും അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് അന്വേഷണം കടുപ്പിക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നത്. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. കേസിൽ വീണ ടിയുടെ വിശദമായ വിദേശ പണമിടപാട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം കടുപ്പിക്കുകയാണ്. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറി എന്ന ഇഡിയുടെ കണ്ടെത്തൽ ഇതെന്തിനു വേണ്ടി എന്ന ഒരു അന്വേഷണം കൂടി ഇഡി നടത്താൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഫെമ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ, അതും സംശയനിഴലിലാണ്. അത്തരത്തിലൊരു അന്വേഷണം കൂടി വ്യാപിപ്പിക്കാനാണ് ഇഡിയുടെ നീക്കം. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും തുടങ്ങും. വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ ടി വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ചോദ്യം ചെയ്യലിനായി എത്തുമ്പോൾ എന്തൊക്കെയാണ് പുതിയ നീക്കം ഇഡിയുടേത് എന്നതും ഏറ്റവും പ്രധാനം. മാസപ്പടി കേസിൽ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടത്. വീണ ടിയുടെ ഡയറിയിലെ കൈയെഴുത്ത് പ്രതികളിൽ നിന്നും ദുബായിലേക്ക് 85 ലക്ഷത്തിന്റെ ഹവാല ഇടപാട് നടന്നെന്നാണ് സൂചന. 20 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും ഇഡി കണ്ടെത്തിയിരിക്കുകയാണ്. വരുമാനത്തിൽ അധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ മറ്റൊരാളുടെ പേരുള്ള സിം കാർഡ് ഇന്റർനെറ്റ് റൂട്ടറിന് വേണ്ടി ഉപയോഗിച്ചുവെന്നും ഇഡി വ്യക്തമാക്കുകയാണ്. എന്തായാലും വീണയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയെന്ന് ഇഡി അവകാശപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയാണ്. അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. കോഴിക്കോട് നടന്ന റെയ്ഡിൽ പശ്ചാത്തലത്തിൽ വീണയുടെ കൈയെഴുത്തോടുകൂടി രേഖകൾ കണ്ടെത്തിയെന്നുൾപ്പെടെയാണ് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. 3 ലക്ഷം ദിർഹം കൈമാറിയതിന്റെ രേഖകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. 20 കോടി ഇന്ത്യൻ രൂപ കൈമാറിയെന്നാണ് ഇഡി പറയുന്നത്. മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡുകളും വൈഫൈ ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾ ഇന്റർനെറ്റ് കോളിംഗിന് ഉൾപ്പെടെ ഉപയോഗിച്ചിരിക്കാമെന്നും ഇഡി പറയുന്നു. ചില വ്യക്തികളുമായുള്ള ഇടപാടുകളുടെ കണക്കുകളും വീണയുടെ കൈയെഴുത്ത് കണക്കുകളിൽ നിന്ന് കിട്ടിയതായാണ് സൂചന. അതേസമയം ഈ പുതിയ വഴിത്തിരിവ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വഴിത്തിരിവുകൾ സംഭവിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ പ്രതികരിച്ച് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇഡിയുടെ അന്വേഷണം വളരെ സത്യസന്ധമാണെന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ പത്രസമ്മേളനം നടത്തി ഇത് വെളിപ്പെടുത്താറില്ല. എന്താണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഇഡി എന്ന് പറയുന്നത് RSSന്റെയും സംഘപരിവാറിന്റെയും ഒരു മർദ്ദനോപകരണമാണ്. അവർ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, CPMനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്, മോദിക്ക് വേണ്ടി ചെയ്യുകയാണ്, ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അന്തസ്സിന്റെ മുദ്ര, ഒരു പ്രൊഫഷണലിസം ഒക്കെ തകരുകയാണ്. ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭരണഘടന അനുസൃതമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഉള്ള ഒരു ബോഡിയുടെ സകലമാന അവരുടെ സത്തയും നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ സത്യസന്ധതയും നഷ്ടപ്പെടുകയാണ്. അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ മാസം ഇഡി ഡയറക്ടർ തന്നെ നേരിട്ട് കൊച്ചിയിലെത്തിയപ്പോൾ ഇഡി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തു ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, ഏത് തരത്തിലായാലും അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, ഒരു ആരോപണത്തിനും പഴുതുണ്ടാക്കാത്ത വിധമായിരിക്കണം എന്നുള്ള ആ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ പത്രസമ്മേളനം പുറപ്പെടുവിച്ചിട്ടുള്ളത്, ഒരു പത്ര റിലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാരണം അത് കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ സുതാര്യം, ജനങ്ങൾക്കല്ല ഇത് ബോധ്യമാവുന്ന തരത്തിൽ അത്രമാത്രം പഴുതടച്ചുകൊണ്ടാണ് ഈ ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള CPMന്റെ വ്യാഖ്യാനങ്ങൾ അവർ പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല, അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ അന്വേഷണം പോയിരിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിഗൽ, അതുപോലെ കുറെ DYFI CPMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം എന്നിങ്ങനെയൊക്കെയുള്ള ആളുകളിലേക്കാണ്. പേരല്ല പ്രസക്തം, അവരുടെ സ്ഥാനമാനങ്ങളാണ്. ഇവർ തന്നെ വീണ വിജയന്റെയും കൂട്ടുകാരായി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഈ രംഗത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു കുടുംബം മുഴുവൻ പങ്കെടുത്ത ഒരു അഴിമതിയായിരുന്നു എന്നുള്ളതാണ് വരുന്നത്. കുടുംബം മുഴുവൻ പങ്കെടുത്ത, അവർക്കെല്ലാം പങ്കാളിത്തമുള്ള ഒരു അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിലാണ്, വളരെ തന്ത്രപൂർവം ഈ പരാതി ഇവിടെ വന്നിട്ടുള്ളത്. ആ തരത്തിലുള്ള ഒരു പരാതിയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് CPMന്റെ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുകയും അവരുടെ ഭാവിയെ തന്നെ തകർക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇത്രയും നാൾ കുഴപ്പം ഈ അഴിമതി നടത്തിയതല്ല, മറിച്ച് ഇത്രയും നാളും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച, ആ സത്യസന്ധതയില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത കാബലിപ്പിക്കൽ തന്ത്രം, കള്ളത്തിന് മേൽ കള്ളം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്
CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് EDയെ കായികമായിട്ട് നേരിട്ടുകൊണ്ട് തകർക്കാം എന്നുള്ളൊരു ഗൂഢോദ്ദേശം. ഇത് ഒരു ഗുണ്ട സംഘത്തിന് മാത്രം ചേർന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ CPMന്റെ ഇമേജിനെ വളരെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ED കേന്ദ്രങ്ങൾ. അത് തീർച്ചയായിട്ടും CPMന് ദോഷം ചെയ്യും. അതിന്റെ അണികൾക്കിടയിൽ സംശയം വളരെ ശക്തമാക്കും. CPM ഇങ്ങനെ ഒരു പാർട്ടി ആയിരുന്നു, തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു CPM എന്നൊരു തോന്നൽ ഇപ്പോൾ അവരുടെ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അടിത്തട്ടിലുള്ള അടിസ്ഥാന വർഗത്തിന്റെ ഉള്ളിലൊക്കെ തങ്ങളുടെ വിമോചന പ്രസ്ഥാനം എന്ന് കരുതിയിരുന്ന ഒരു പ്രസ്ഥാനം കോർപ്പറേറ്റ് ചങ്ങാത്തിത്തത്തിന്റെ അഴിമതിയുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹവാല പണം എന്ന് പറഞ്ഞ അതിനികൃഷ്ടമായിട്ടുള്ള പണത്തിന്റെ ഒരു സ്വാധീന വലയത്തിലാണെന്ന് പറയുമ്പോൾ ഇതൊരു കള്ള സംഘമാണ്, ചാര സംഘമാണ്, ചോര സംഘമാണ് എന്നുള്ള ധാരണയാണ് പരത്തുന്നത്. തിരുടൻ ഗ്രാമത്തിലുള്ള ആൾക്കാരെ പോലുള്ള കള്ളന്മാരാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു നാണക്കേട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവരുടെ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് ചർച്ച ചെയ്ത് വിശകലനം ചെയ്ത് സത്യത്തിന്റെ വഴിയിലൂടെ പോകുന്ന ഒരു പാർട്ടിയാണെന്നാണ് അവരെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവർ മാത്രമാണ് ശാസ്ത്രീയ സോഷ്യലിസം. അത് സോഷ്യലിസം നടപ്പാക്കേണ്ട രീതി പലരും സോഷ്യലിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് കാൾ മാർക്സ് തന്നെ പറഞ്ഞത്. അപ്പൊ ആ ഒരു തത്വം, ആ ഒരു പേര്, കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പേര്, മാർക്സിസ്റ്റ് എന്നുള്ള പേര് ഇനി അവർക്ക് യോജിക്കുകയില്ല. കള്ളസംഘം, ഗൂഢസംഘം എന്നുള്ള പേരെ യോജിക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് പിണറായി വിജയന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒന്നായിരുന്നു. പക്ഷേ അതിനുവേണ്ടി തെരുവിലിറങ്ങി എന്നെ വലിച്ചുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞത് MA ബേബി സഖാവ്. ആ സഖാവ് എന്ന് പറഞ്ഞാൽ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ പാർട്ടിക്ക് മൊത്തം ആ ഒരു കാളിമ കറുപ്പ് ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇരുട്ടിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് CPM അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പക്ഷേ ബാംഗ്ലൂരിലെ ബംഗാളിൽ സംഭവിച്ചതുപോലുള്ള ഒരു അടിത്തറ തകർക്കൽ ആണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് EDയുടെ കുറ്റം കൊണ്ടല്ല, വീണയുടെ കുറ്റം കൊണ്ടാണ്. അവരെ അതിന് പ്രേരിപ്പിച്ച ഒരു പക്ഷേ നമുക്കറിയില്ലത് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് മുതലായ CPMന്റെ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇപ്പൊ നോക്കൂ, വിദേശത്തേക്ക് പണം പോയിരിക്കുന്നു, ദുബായിലേക്ക് പണം പോയിരിക്കുന്നു. ഷോൺ ജോർജ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കേണ്ട ഒരു ഘട്ടം വരുന്നു. അബുദാബിയിലേക്ക് പണം പോയിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ നിന്ന് ഇദ്ദേഹം ഇനിയും പറയുന്നത് കാനഡ ഇത് ഒരു ഒന്നുമല്ല, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ സത്യങ്ങൾ. കാനഡയിലേക്ക് പോയിട്ടുണ്ട്, അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും ആഴ്ചയിലൊരിക്കൽ വീട്ടിലേക്ക് പോകുന്നത് പോലെ പോകുന്ന ഒരു പതിവ് പിണറായി വിജയൻ കാണിച്ചിരുന്നു. അതെല്ലാം ചെന്നെത്തുന്നത് ഇതിലേക്കാണോ എന്നുള്ള ഒരു യുക്തിഭദ്രമായിട്ടുള്ള സംശയത്തിലേക്കാണ് നമ്മളെ ഇപ്പോൾ അത് നയിച്ചുകൊണ്ടിരിക്കുന്നത്.